കരുണയുടെ തിരുനാൾ എന്തുകൊണ്ട് ആഘോഷിക്കണം, അല്ലെങ്കിൽ ആഘോഷിച്ചാൽ ഈശോ തന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെ, ഈശോ എന്തുകൊണ്ടാണ് നമ്മൾ കരുണയുടെ തിരുനാൾ ആഘോഷിക്കണം നിർബന്ധം പഠിക്കുന്നത്, അന്ന് ലഭിക്കുന്ന അസാധാരണമായ കൃപകളെ കുറിച്ച് ഈശോ പഠിപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റീനയുടെ ഡയറിയിൽ 699 ഖണ്ഡികയിൽ പാരഗ്രാഫ് 699 ഈശോ ഇങ്ങനെ പറയുകയാണ്, ഈ തിരുനാളിൽ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക്, ആ തിരുനാളിലോ അതിന് തൊട്ട് മുമ്പോ ഒരുക്കമായിട്ടോ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പരിപൂർണ്ണ പാപമോചനവും പാപകടങ്ങളുടെ പരിപൂർണമായ പൊറുതിയും ലഭിക്കും. ഞാനിപ്പോ ദിവസങ്ങളിലെ ആളുകളെ കാണുന്ന സമയത്തൊക്കെ മനുഷ്യരോട് പറയുന്നുണ്ട്, പാപത്തിന്റെ കുറ്റബോധം മാറുന്നില്ല. ചില പാപങ്ങൾ കർത്താവ് ക്ഷമിച്ചിട്ടും മനസ്സ് അത് ക്ഷമിച്ചു അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തുണ്ട്. അങ്ങനെയുള്ളവരും അങ്ങനെ അല്ലാത്തവരും എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, സകല പാപവും തുടച്ചു മാറ്റുമെന്ന് ഈശോ പ്രഖ്യാപിച്ച് തിരുസഭയുടെ ഔദ്യോഗിക പ്രബോധനാധികാരത്തിൽ ക്രിസ്തുവിന്റെ പ്രതിനിധി ലോകത്തോട് പ്രഖ്യാപിച്ച വിശ്വാസ സത്യമാണ്. വിശ്വാസ സത്യമാണ് ഇത്. ഏതെങ്കിലും ഒരു പ്രൈവറ്റ് റെവലേഷൻ അല്ല കേട്ടോ, സ്വകാര്യ വെളിപാടല്ല. ഇത് തിരുസഭയുടെ ആധികാരികമായ ഒത്തന്റിക് ആയ ടീച്ചിങ് ആണ്. അതുകൊണ്ട് ഇത് വിശ്വസിക്കാം, ഇത് ഏറ്റെടുക്കാം. ഞാൻ നമ്മൾ പറയുന്നു, ഒരു സംശയം വേണ്ട. സകല പാപങ്ങളും സകല പാപത്തിന്റെ സകല ശിക്ഷകളും സകല കടങ്ങളും പരിഹരിക്കപ്പെടുന്ന ദിവസമാണ്. ഇത് നന്നായി ഒരുങ്ങി ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും. അപ്പൊ ഈശോ